നമസ്കാരം. വെള്ളാപ്പള്ളി നടേശനും മകൻ തുഷാർ വെള്ളാപ്പള്ളിയും ഇപ്പോൾ ഈഴവരെ മുഴുവൻ പ്രതിസന്ധിയിലാക്കുന്ന നാടകമാണോ നടത്തുന്നത് എന്ന സംശയം. ഈഴവർക്ക് രണ്ട് രാഷ്ട്രീയ നിലപാടിൽ പോകാനാകുമോ? അതായത് വെള്ളാപ്പള്ളി നടേശൻ SNDPയെ പിണറായിക്ക് സ്തുതി പാടാനും ഇടതുമുന്നണിക്കൊപ്പവും നിർത്തിയിരിക്കുന്നു. മാത്രമല്ല ഹൈന്ദവ ഐക്യത്തെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞ ശബരിമല സമരത്തെ പോലും പരിഹസിച്ചിരിക്കുന്നു. ഈഴവ സംഘടനയുടെ തലപ്പത്ത് ഇത്ര വലിയ ഹിന്ദു ഐക്യവിരോധി എങ്ങനെ വന്നു എന്ന് ഓരോ ഹൈന്ദവരും ഇപ്പോൾ ചോദിക്കുകയാണ്. SNDPയുടെ സമുന്നത നേതാവ് വെള്ളാപ്പള്ളി നടേശൻ ഈ നിലപാട് സ്വീകരിക്കുമ്പോൾ മകൻ തുഷാർ വെള്ളാപ്പള്ളിയുടെ BDJS കേരളത്തിൽ 8 സീറ്റുകൾ ചോദിച്ച് BJPയെ വിരട്ടുന്നു. NDA മുന്നണിയിൽ BDJS 8 സീറ്റുകൾ ചോദിക്കുന്നത് ഈഴവരുടെ വോട്ട് ബാങ്കിന്റെ ശക്തിയിലാണ്. ശരിക്കും BDJS ബന്ധം അവസാനിപ്പിച്ച് അവരെ NDA മുന്നണിക്ക് പുറത്താക്കുകയോ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശന്റെ നാവടപ്പിക്കുകയോ വേണം എന്ന വലിയ വിമർശനം BJP അണികളിൽ ഉയരുന്നു. 8 സീറ്റ് വേണമെന്ന BDJS നിർബന്ധം പിടിക്കുമ്പോൾ 6 സീറ്റുകളെ വിട്ടു നൽകാനാവൂ എന്നാണ് BJPയുടെ നിലപാട്. എന്നാൽ 6 സീറ്റുകൾ കൊടുക്കാമെന്ന് പറയുമ്പോൾ തന്നെ BDJSന്റെ ഈഴവ വോട്ടുകൾ വെള്ളാപ്പള്ളി നടേശൻ നശിപ്പിക്കുന്നതും CPM പാളയത്തിലേക്ക് അടുപ്പിക്കുന്നതും BJP നേതാക്കൾ മനഃപൂർവ്വം കാണാതെ പോകുന്നു. ഈ ബന്ധത്തിൽ BJP വലിയ വില നൽകേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് നൽകുന്നു. കാരണം BDJS മത്സരിക്കുന്നിടത്ത് യഥാർത്ഥ BJP വോട്ടുകൾ ചോർന്നു പോകും. BDJSന്റെയും SNDPയുടെയും ഇടതുമുന്നണിക്കൊപ്പം ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ബന്ധം BJP പ്രവർത്തകർക്ക് അറിയാം. BDJSന് വോട്ട് നൽകാതെ അവർ BDJS മത്സരിക്കുന്നിടത്ത് UDFന് വോട്ട് നൽകും. BDJSന്റെ വോട്ട് ബാങ്ക് ഈഴവ സമുദായമാണ്. ഈ ഈഴവ സമുദായത്തെ BJPയിൽ നിന്നും അകറ്റി നിർത്തുന്ന സമീപനമാണ് വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്നത്. ഈഴവരുടെ വോട്ടുകൾ ഒരു ഭാഗത്ത് CPMലേക്ക് അടുപ്പിക്കുമ്പോൾ BDJSനെ എന്തിന് മുന്നണിയിൽ നിർത്തുന്നു എന്ന് പോലും ചോദ്യം ഉയർന്നു. ഈഴവരെ ഹൈന്ദവ ഐക്യത്തിൽ നിന്നും മാറ്റി നിർത്തുകയും SNDP ഇടതുപാളയത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ BDJSന് എന്ത് പ്രസക്തിയാണുള്ളതെന്നും വൻ വിമർശനം ഉയരുന്നു. SNDP നേതൃത്വം BJPക്കും ശബരിമല സമരത്തിനും എതിരായ നിലപാട് സ്വീകരിക്കുമ്പോൾ ഒരിക്കൽ പോലും അത് തിരുത്തി പറയാനുള്ള ധൈര്യം തുഷാർ വെള്ളാപ്പള്ളി കാട്ടിയിട്ടില്ല. മാത്രമല്ല വനിതാ മതിലുമായി കൂട്ടുകൂടി അയ്യപ്പ ജ്യോതിയിൽ നിന്നും വിട്ടുനിന്നു. ഇത്തരത്തിലുള്ള BDJSനെ കൂട്ടി കേരളത്തിൽ മത്സരിച്ചാൽ പല സീറ്റിലും വൻ വോട്ട് ചോർച്ചമുണ്ടാകുമെന്നും പറയുന്നുണ്ട്. BDJS മത്സരിക്കുന്നിടത്ത് BJPക്കാർ പ്രചാരണത്തിൽ നിന്ന് പോലും വിട്ടുനിന്നേക്കും. അതായത് വോട്ടെണ്ണുമ്പോൾ ഏറ്റവും അനുകൂലമായ രാഷ്ട്രീയ കാലാവസ്ഥയിലും BJPക്ക് മുൻ തിരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ടുകൾ പോലും ലഭിക്കില്ല എന്നും പറയുന്നുണ്ട്. എന്നാൽ BJP കണക്ക് കൂട്ടുന്നത് മറ്റൊരു വഴിയിലാണ്. 19 സീറ്റിലും തോറ്റുപോയാലും വോട്ട് കുറഞ്ഞാലും തിരുവനന്തപുരത്ത് ഒരു വോട്ട് പോലും ചോർന്നു പോകരുത്. തിരുവനന്തപുരത്തിന് വേണ്ടി 19 മണ്ഡലം നഷ്ടപ്പെട്ടാലും വോട്ട് കുറഞ്ഞാലും അത് വിഷയമല്ല എന്ന വികാരമാണ് പാർട്ടി നേതൃത്വത്തിൽ ഉയർന്നത്. തിരുവനന്തപുരത്ത് BDJS വിചാരിച്ചാൽ 15,000 മുതൽ 20,000 വോട്ട് വരെ കുറയ്ക്കാനും കൂട്ടാനും കഴിയും. ഈ ഒറ്റ കാരണത്താൽ ഇപ്പോൾ BJP എല്ലാം സഹിക്കുകയാണ്. ശബരിമല സമരത്തെ പോലും തള്ളിപ്പറയുകയും ഹൈന്ദവ ഐക്യത്തെ തകർക്കുകയും ചെയ്ത വെള്ളാപ്പള്ളി നടേശനെതിരെ ഒരക്ഷരം ഉരിയാടാൻ BJP നേതാക്കൾ ഭയപ്പെടുകയാണ്. ശരിക്കും വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയും തുറന്നു പറയണം. ഈഴവർ ആർക്കൊപ്പം? ഇടതിനൊപ്പമോ BJPക്കൊപ്പമോ? SNDP ഇടതുമുന്നണിക്കൊപ്പമെങ്കിൽ BDJS BJP ബന്ധം ആരുടെ കണ്ണിൽ പൊടിയിടാനാണ്? ഈഴവരെ ഇങ്ങനെ പിതാവും മകനും ഇരുഭാഗത്തേക്കും പിടിച്ചു വലിച്ചാൽ ആ സമുദായം എന്തു ചെയ്യും? ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.